നല്ല ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തേങ്ങാപ്പീരയും വറ്റൽ മുളകും അതേപോലെ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ലേശം തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ പശുവും പാലോ ചേർത്ത് മുട്ടയ്ക്കകത്ത് അടിച്ചിട്ട് വാഴയിലേക്കകത്ത് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പൊള്ളിക്കും. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റ്. അതാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ചെയ്തു കൊടുക്കും. നിങ്ങൾ വെന്ത വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ഒരു സ്പൂൺ കുടിച്ചാൽ മതി, നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനിൽ അത് ഹീൽ ചെയ്യും. ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളിൽ കിടപ്പുണ്ട്. വെറുതെ ഉണക്കിയ ഒരു ടീ ഉണ്ടാക്കി കുടിക്കാം. ഇനി ചെമ്പരത്തിപ്പൂ തന്നെ ബേസ് ചെയ്തിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഷെഫിന് ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് എൻ്റെ ചമ്മന്തിയാണ്. കാന്താരിയും പച്ചമാങ്ങയും കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തി. ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് കരിവേപ്പിലയും കാന്താരിയും അരച്ച് ചമ്മന്തി കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ഫ്രഷ് പൈനാപ്പിൾ, വെള്ളമൊന്നും ചേർക്കാനില്ല, ജ്യൂസറിനകത്തിട്ട് ഫ്രഷ് പൈനാപ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കുടിച്ചാൽ മതി, നിങ്ങളെ യൂറിനറി ഇൻഫെക്ഷൻ മാറും. ഈ കോഴി വറുത്തരയ്ക്കുന്നതിന് മുമ്പ് ഈ നാടൻ കോഴി ഒന്ന് തേങ്ങാപ്പാലിൽ അവിച്ചതിന് ശേഷം ഉണക്കത്തേങ്ങ ഉണക്കത്തേങ്ങ തന്നെ വേണം. പലർക്കും അതറിയില്ല, വെടലത്തേങ്ങ എടുത്തിട്ട് കാര്യമില്ല. പലർക്കും വറുത്തരച്ച കോഴിക്കറി എന്താണെന്ന് അറിയില്ല. അപ്പോൾ പലരും വന്നിട്ട് ചിലപ്പോൾ കഴിച്ചിട്ട് പറയും, ആ ഷെഫെ വളിച്ചു സോറി മാറ്റിത്തരാം. എൻ്റെ ഫുഡ് ചീത്തയാവും, എൻ്റെ ഫുഡ് വളിക്കും. ബീഫ് തിന്ന് തീർത്ത് ഞാൻ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല, ചേട്ടാ ബീഫ് വെന്തില്ലായിരുന്നു കേട്ടോ, അതായത് കാണുന്നില്ല, നമ്മൾ വേവാത്ത ബീഫ് കാണുന്നില്ലല്ലോ. അത് ഞങ്ങൾ കഴിച്ചാൽ പിന്നെ ബില്ല് കൊടുക്കണം. ബേസിക്കലി എനിക്ക് ഇപ്പം ടിനി ടോം, സാൻഡ്ര തോമസ്, അഭിലാഷ് പിള്ളൈ, ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഉണ്ണി മുകുന്ദൻ. ടിനി ടോം ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട? പുള്ളി ഭയങ്കര എക്സ്പ്രസീവാണ്. പുള്ളിക്ക് ഞാൻ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാൽക്കറി വെച്ച് കൊടുത്തു, കരിമീൻ വെച്ചിട്ട്. അപ്പോൾ പുള്ളി അത് കഴിക്കുന്നതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പുള്ളി ഭയങ്കര എക്സ്പ്രസീവാണ്, ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെയാണ് എന്നെ ആദ്യം ബ്ലോഗ് ചെയ്യുന്ന സ്റ്റീഫൻ ദേവസ്യ. എന്നെ ആദ്യം ഒന്നും അല്ലായിരുന്ന സമയത്ത് എന്നെ ഫസ്റ്റ് ബ്ലോഗ് ചെയ്യുന്നത് സ്റ്റീഫൻ ദേവസ്യ. എൻ്റെ ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സ്റ്റീഫൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ നമുക്കൊരു വീഡിയോ ചെയ്യണം. ഞാൻ സ്റ്റീഫൻ ആരെയും ബ്ലോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അന്ന് ഐ ആം ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് ഇപ്പം 10 years ആയി. അന്ന് എനിക്ക് 36,000 വ്യൂസൊക്കെ തന്ന് എന്നെ ബ്രാൻഡാക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് സ്റ്റീഫൻ. അത് എന്നും എനിക്ക് ആ കേർട്ടസി പുള്ളിയോടുണ്ടാകും. അന്ന് നമ്മളങ്ങനെ വലിയൊരു അറിയപ്പെടുന്ന വ്യക്തിത്വം ഒന്നുമല്ല. എല്ലാ ഫുഡാണ്. പുള്ളി തിരിച്ചു വരുമ്പം വന്ന് നിന്ന് എൻ്റെ ഫുഡ് കഴിച്ച് വീഡിയോ ഉണ്ടാക്കി പുള്ളി തന്നെ പോസ്റ്റ് ചെയ്ത് പുള്ളിയുടെ പേജിൽ പോസ്റ്റ് ചെയ്ത്. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം പോലും ഇല്ല ആക്ച്വലി. അപ്പം അങ്ങനത്തെ ഒരു സമയം ഇതെല്ലാം ഈ ഫുഡിനെ ബേസ് ചെയ്തിട്ടുണ്ടായതാണ്. ഷെഫിന് ഏറ്റവും പ്രിയപ്പെട്ടത്? എനിക്ക് എൻ്റെ ചമ്മന്തിയാണ്. എനിക്ക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 108ഓളം ചമ്മന്തികളെ ഞാൻ ചെയ്യാം. ഏറ്റവും പ്രിയപ്പെട്ട ചമ്മന്തികളിൽ ഒന്നാണിത്. കാന്താരി പച്ചമാങ്ങയും കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാണെങ്കിൽ മുട്ട പൊള്ളിച്ചതെന്ന് പറയും. മുട്ട പൊള്ളിച്ചത്, അത് നല്ല ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തേങ്ങാപ്പീരയും വറ്റൽ മുളകും അതേപോലെ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ലേശം തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ പശുവും പാലോ ചേർത്ത് മുട്ടയ്ക്കകത്ത് അടിച്ചിട്ട് വാഴയിലേക്കകത്ത് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പൊള്ളിക്കും. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റ്. അതാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ചെയ്തു കൊടുത്തത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ കെ നായർ സാറുണ്ട്. കെ നായർ സാർ എന്ന് പറയുന്നത് ക്വീൻ എലിസബത്തിന് ഫുഡ് ചെയ്തു കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങിച്ച ഒരേ ഒരു ഷെഫാണ് ക്വീൻ എലിസബത്ത്. പുള്ളി എൻ്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്യേണ്ട ഒരു അവസരം വന്നായിരുന്നു. ഇന്ന് എൻ്റെ മെൻറ്ററാണ്. പുള്ളി എൻ്റെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ താജിൻ്റെ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. അതേപോലെ തന്നെ ക്വീൻ എലിസബത്തിന് ഫുഡ് വെച്ച് കൊടുത്ത് ക്വീൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത ഷെഫാണ്. പുള്ളിക്ക് ഫുഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ കിട്ടിയത് എൻ്റെ ലൈഫിലൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ വളരെ അപൂർവം വ്യക്തിത്വങ്ങൾക്ക് ആണ് ഈ ഒരു നമുക്കൊരു ദൈവീകത ഫീൽ ചെയ്യും, നമുക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് പറയണം. അപ്പോൾ നേരത്തെ ബ്രദർ പറഞ്ഞ കണക്ക് ഞാൻ വാരിക്കൊടുക്കുന്ന വീഡിയോസ് ഒരുപാടുണ്ട്, വളരെ അപൂർവം. അത് നമുക്ക് വളരെ സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് പല സെലിബ്രിറ്റികളും, ഷെഫ് ഒന്ന് വാരിത്തരാമെന്ന്. അത് വേറൊന്നുമല്ല, നമ്മളുടെ അമ്മയുടെയും നമ്മുടെ അച്ഛൻ്റെയൊക്കെ വാത്സല്യത്തിനെ തോൽപ്പിക്കാൻ വേറൊന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഒരു സ്നേഹം മിസ് ചെയ്തെടുത്തെന്നാണ്. 20 വർഷത്തോളമായി ഗീതാമ്മ മരിച്ചിട്ട്. അപ്പം ഗീതാമ്മ ഞാൻ ഇരുത്തിയിട്ട് ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ട് വരവി വാരിത്തരും. അതിപ്പോൾ എൻ്റെ വൈഫിനും വാരി കൊടുക്കുമായിരുന്നു. അതിന് പ്രത്യേക സ്നേഹവും പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. ഞാനത് മിസ് ചെയ്തത് എനിക്കറിയാം ആ ടേസ്റ്റ് എന്താണെന്ന്, അത് ഏതൊക്കെ ബ്ലെൻഡ് ചെയ്തല്ല കിട്ടുന്നതെന്ന് അറിയും. അപ്പോൾ എൻ്റെ സൗഹൃദത്തിലുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിത് എങ്ങനെയൊക്കെ കഴിച്ചാലും ഞാൻ വാരിത്തരുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മളത് നമ്മളെ കാരണവന്മാരിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടാണ്ട് അതെങ്ങനെ ബ്ലെൻഡ്. ഇപ്പോൾ പരിപ്പും പോത്തിറച്ചി, ചോറും പരിപ്പും പോത്തിറച്ചി ഒരു കോമ്പിനേഷനാണ്, ആർക്കും അറിയത്തില്ല വലുതായിട്ട്.
ഇല്ലെങ്കിൽ ചോറും പരിപ്പും നാടൻ കോഴിക്കറി, വറുത്തരച്ച കോഴിക്കറി. ഈ കോഴി വറുത്തരയ്ക്കുന്നതിന് മുമ്പ് ഈ നാടൻ കോഴി ഒന്ന് തേങ്ങാപ്പാലിൽ അവിച്ചതിന് ശേഷം ഉണക്കത്തേങ്ങ ഉണക്കത്തേങ്ങ തന്നെയാണ്. പലർക്കും അതറിയില്ല. തേങ്ങ എടുത്തിട്ട് കാര്യമില്ല. പലർക്കും വറുത്തരച്ച കോഴിക്കറി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ കാൽക്കുലേഷനുണ്ട്. ഈ കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ ഉണക്കത്തേങ്ങ ആയിരിക്കണം. അപ്പോൾ ആ തേങ്ങയ്ക്കകത്തുനിന്ന് തന്നെ എണ്ണ തെളിയും. അപ്പോൾ പലരെയും ഒരു തെറ്റിദ്ധാരണ, ഇപ്പോൾ എണ്ണയൊക്കെ കാണുമ്പോഴോ നെയ്യൊക്കെ കാണുമ്പോഴോ ഒന്നുമല്ല. അമിതമായാൽ അമൃതവും വിഷം എന്നാണ്. ഏതൊന്നും വിധത്തിൽ നമുക്കാവാം. അപ്പോൾ ഏതൊന്നും അമിതമായാലേ ഉള്ളൂ പോയ്സണസ് ആവുന്നത്. ബാക്കിയൊക്കെ ഫിൽട്ടർ ചെയ്യാനൊക്കെ നമ്മളെ ലിവർ ഭയങ്കര മിടുക്കണം. അപ്പം പലരും എൻ്റെ പണ്ടത്തെ കാലം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ കരളേന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഇന്നാണ് ഹാർട്ടൊക്കെ കാണിക്കുന്നത്. ബേസിക്കലി ഹാർട്ടൊന്നുമല്ല കരളിൻ്റെ മുമ്പിൽ. 24 മണിക്കൂറും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി വെടിപ്പാക്കി കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ടോക്സിൻസും എടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒന്നാണ് കരൾ. അത് തിരിച്ചറിഞ്ഞ മലയാളി നമ്മളെല്ലാവരെയും വിളിച്ചിരുന്നത് എൻ്റെ കരളയെന്നായിരുന്നു, അല്ലേ? അപ്പോൾ അതുപോലും നമ്മളുടെ ശാസ്ത്രീയപരമായ വിളിയായിരുന്നു, അല്ലേ? അപ്പം നമ്മളെ ഗട്ട്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം താങ്കൾ ഒരു ഫൈറ്റിന് പോകുമ്പോഴോ ഇല്ല, ഡു യു ഹാവ് ദ ഗട്ട് ഫീലിംഗ് ടു ഡു ഇറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് ദ ഇൻ്റലിജൻസ് എന്ന് ചോദിക്കില്ല. ഗട്ട്സ് ഉണ്ടെങ്കിൽ തുടരാൻ തന്നെ എന്നാണ് ചോദിക്കുന്നത്. ഈ ഗട്ട്സ് എന്തോ ഗട്ട് ഇൻ്റലിജൻസ്, ഗട്ട്സ് അതാണ് ഗട്ട്സ്. അപ്പോൾ ആ ഗട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗട്ടിനെ നമ്മൾ എലിവേറ്റ് ചെയ്യുന്ന എൻലൈറ്റൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫുഡ് രീതി. പിന്നെ ഏതൊരു കാര്യവും അമിതമായി, ഇപ്പോൾ ഷുഗർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്മോക്കിങ്ങിൽ മരിച്ച ആൾക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് മരിച്ച ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ സ്ക്രീനിൽ ഷുഗർ ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നത് കളയും, മനസ്സിലാവുന്നത്. അപ്പം ഇതെല്ലാം ഒരു തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ പല ഇൻഡസ്ട്രിയും അഡ്വർടൈസ്മെൻറ്റിന് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനേ ഇപ്പോൾ ഇവിടുത്തെ പല ഫിസി ഡ്രിങ്ക് ഇല്ലേ, പേര് ഞാൻ പറയുന്നില്ല, സിംഗപ്പൂരിനെക്കാട്ടിയും 5-10% ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. ആ ഷുഗർ കണ്ടൻറ്റ് കുറഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഹെവി ബ്രാൻഡ് കമ്പനികൾക്ക് സിംഗപ്പൂരിൽ ലൈസൻസ് കിട്ടും. കാരണം സിംഗപ്പൂരിലെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ സിംഗപ്പൂരിലെ പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് അവരുടെ സിറ്റിസൺസിനോടുള്ള ധാർമ്മിക ഉത്തരവാദിത്വമാണ് അവിടെ കാണുന്നത്. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഷെഫിൻ്റെ മെനു എങ്ങനെയാണ്? കേരളീയൻ ബേസിക്കലി ഞാൻ ക്ലിങ് ഓൺ ചെയ്യുന്നത് നാടൻ കോഴി, അതേപോലെ തന്നെ നാടൻ കോഴി വറുത്തരച്ചത്, പിന്നെ എൻ്റെ ചമ്മന്തി, പിന്നെ മുത്തശ്ശി രസം എന്ന് പറയും, ഏത്തക്ക പുളിശ്ശേരി എന്ന് പറയും കൂടുതലും. പിന്നെ വാഴപ്പൂല് ചെയ്യുന്ന കുറേ ഐക്കോണിക് ഡിഷുകളുണ്ട്. അതെ, നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള വാഴപ്പൂ ഫിഷ് ബിരിയാണി. ഇത് പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്, പല ആൾക്കാർക്കും ഇഷ്ടമല്ല. കാരണം ഇവിടെ നിങ്ങളൊരു ഫിഷ് ബിരിയാണി വയ്ക്കുമ്പം നിങ്ങൾ ആ നെയ്മീനെ എടുത്ത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് കരിച്ച് മുരിച്ച് അത് മോർച്ചറി വയ്ക്കുന്ന ക്രിമേഷൻ ചെയ്ത് കണക്കാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മീനിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല. ആ മീൻ കഴിക്കുന്ന ആൾക്ക് മീൻ അറിയണം, അല്ലേ? ഇവിടെ കോഫി ഇട്ട് തരാൻ പറഞ്ഞാൽ ഇവിടെ പഞ്ചസാര കലക്കി തരും, അതിലും ഭേദം പായസം കുടിക്കുന്നത്. അപ്പോൾ കോഫി കുടിക്കുമ്പോൾ നമ്മൾ കോഫിയുടെ ടേസ്റ്റ് അറിയണം. ഇപ്പോൾ എൻ്റെ പ്രോൺസ് റോസ്റ്റ് ഉണ്ട്. പലരും പറയും പ്രോൺസ് വെന്തില്ല എന്ന് പറയും. കാരണം എന്താ, ഇവിടെ പ്രോൺസ് എന്ന് പറയുന്നത് അവർ കരിച്ച് പ്രോൺസ് ഇങ്ങനെ ആവും. പ്രോൺസ് വാലും തലയും ടച്ച് ചെയ്യുമ്പോൾ കുക്ക്ഡായി, ബാക്കി നമ്മൾ ചവച്ച് തിന്നണം. പ്രോൺസ് പച്ചക്ക് തിന്നുന്ന രാജ്യങ്ങളുള്ള സ്ഥലമാണ്, വേൾഡാണ്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റാണ്. ഇപ്പോൾ പലരുടെയും അറിവില്ലായ്മ എടുത്ത് മറ്റൊരാളുടെ അറിവുമായിട്ട് മത്സരിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. ഞാൻ ചൈനയിൽ ചെല്ലുന്നിടം വരെയും എൻ്റെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റാണ്. ഞാൻ തായ്ലൻഡിലെ ഫുഡ്, സീ ഫുഡിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഡിഫറെൻ്റായിട്ടായിരുന്നു. അപ്പോൾ കേരള വിഭവത്തിൽ ഇപ്പം ഒരു കരിമീൻ ഇല്ലെങ്കിൽ ഒരു പൊരിച്ച മീൻ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ വെളിച്ചാടി മറ്റേ ശ്മശാനത്തിൽ കൊണ്ടുപോയിക്കുന്ന നടക്കുക, അതിൻ്റെ പെടലിയൊക്കെ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞ്, അല്ലേ? പിന്നെ അതിനെയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തോ തിന്നുന്നത്, കുറേ കരിഞ്ഞ സാധനവും പിന്നെ ആ മുളക് പൊടിയൊക്കെ കരിഞ്ഞതുമാണ് നിങ്ങൾ തിന്നുന്നത്. നിങ്ങൾ എവിടെ മീനിൻ്റെ ടേസ്റ്റ് അറിയുന്നു? ഒരു നല്ല ഞണ്ട് റോസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ഞണ്ട് കഴിക്കണമെങ്കിൽ വെറും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഇട്ട് പുഴുങ്ങി തിന്നണം. ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് പുഴുങ്ങി, അതാണ് ഞണ്ടിൻ്റെ ടേസ്റ്റ്. അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഇട്ട് റോസ്റ്റ് ചെയ്ത് അതിനൊരു മസാല. അപ്പം ഇത് നമ്മുടെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും തെറ്റല്ല. പക്ഷേ നിങ്ങളവിടെ ഞണ്ടിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. ഞണ്ടിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ വെറും മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഇച്ചിരി വെളുത്തുള്ളി, ഗ്യാസ് ഫോമി ആയിരിക്കും, വേണമെങ്കിൽ ഇഞ്ചി ഇടാം, കരിവേപ്പില ഇടാം, കാന്താരി ഇടാം, എന്നിട്ട് പുഴുങ്ങുക, പൊട്ടിച്ച് കഴിക്കുക, അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും. വാഴയില എത്രത്തോളം നമ്മുടെ ആഹാര രീതി എല്ലാം നമ്മളുടെ മിക്ക ഇലകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതിൽ വാഴയിലയാണ് നമ്മളോട്ട് അടുത്ത് നിൽക്കുന്നത്. വാഴയില നമുക്കൊരു ശരീരം പൊള്ളിയാൽ പോലും വാഴയിലയിലാണ് പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്, നമ്മളെ പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്.
ഒരു ഇല സദ്യ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഇല ചൂട് ഇപ്പോൾ നമ്മൾ ചോറിടുമ്പോൾ തന്നെ ആ ഇല അതിനകത്തുള്ള ടോക്സിൻസ് എടുക്കുമെന്നാണ് പറയുന്നത്. സി വി ആർ ഫ്രം ദ നേച്ചർ ആൻഡ് വി ആർ ഫോർ ദ നേച്ചർ. നമ്മൾ നേച്ചറിന് വേണ്ടിയുള്ളവരാണ്, അല്ലാണ്ട് നമുക്ക് വേണ്ടിയല്ല നേച്ചർ. വി ആർ ഫ്രം ദ നേച്ചർ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നവനാണ്. ഫോർ വൈ വി ആർ ഫോർ ദ നേച്ചർ, അവർക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ അവരെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ നേച്ചറിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ 9 മാസം താങ്കൾ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് 9 മാസം താങ്കൾ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് അതാണ് താങ്കളുടെ ലോകം അല്ലേ? താങ്കൾക്ക് ഭൂമി അറിയാവോ? അറിയില്ല. അവിടെ താങ്കൾക്ക് എല്ലാ ഭക്ഷണവും വെള്ളവും എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. കറക്റ്റ് അല്ലേ? ഇത് അമ്മ തിന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും താങ്കൾക്ക് അറിയില്ല. ബട്ട് എവറിത്തിങ് ഈസ് ദെയർ, അവൈലബിൾ ദെയർ അല്ലേ? അവിടെ താങ്കൾ നീന്തി കളിച്ച് ഹാപ്പി ആയിട്ട് 9 മാസം ഇരിക്കുക. 9-ാം മാസം താങ്കൾ വലിച്ച് പുറത്തിടുമ്പോൾ ഒരു സ്ഥലത്ത് മരണവും ഒരു സ്ഥലത്ത് ജനനവും നടക്കുക. യെസ് ഓർണോ അല്ലേ? മൊത്തം നിങ്ങൾ ആ സമയത്ത് വെള്ളത്തിലായിരുന്നു. അമ്മയുടെ വാട്ടർ ബെഡ് പൊട്ടുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ മേളിലും വെള്ളമാണ് താഴെയും വെള്ളമാണ് അല്ലേ? 3/4 ക്ലൗഡ്സ് എല്ലാം വെള്ളം അറിയാമല്ലോ. ഈ പ്രകൃതി എന്ന് പറയുന്ന അമ്മ താങ്കൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് താങ്കൾ ജനിക്കുന്നതെങ്കിലും. സോ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ബിഗ് തോട്ട് പ്രോസസ്. അമ്മയുടെ ഗർഭപാത്രം പോലെയാണ് ഭൂമി, മുകളിലും വെള്ളം താഴെയും വെള്ളം അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം കഴിക്കാനുള്ളതെല്ലാം താങ്കൾക്ക് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതെയും എൻജോയ് ചെയ്യാതെയും താങ്കൾ പോവാണ്. താങ്കൾ ഇനിയാണ് ജനിക്കുന്നതെങ്കിലോ നമ്മളെല്ലാവരും അതേപോലെ തന്നെ മത്സരിക്കുകയാണെങ്കിലോ. സോ ദർ ഇസ് മെനി തിങ്സ്, മിസ്റ്ററിയാണ്. ഇതിൻ്റെ മാജിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ലൈഫിൽ ഒരു ബ്യൂട്ടി ഉണ്ടാവും, ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. ഇതിൻ്റെ ലോജിക്ക് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഇൻ്റലിജൻസ് മതിയാവില്ല. അതെ. ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തി ഇലയും തലയ്ക്ക് ഷാമ്പൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റാവും. ഇതെല്ലാം ഞാൻ പിന്നെയും പറയാറ്. ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളിൽ കിടപ്പുണ്ട്. വെറുതെ ഉണക്കിയ ഒരു ടീ ഉണ്ടാക്കി കുടിക്കാം, ഹൈബിസ്കസ് ടീ എന്ന് പറഞ്ഞ് കുടിക്കാം. ഭയങ്കര ഔഷധ ഗുണങ്ങളാണ്. എല്ലാം പോട്ടെ, ഇനി ഉണക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ഒരു പച്ച 2 ചെമ്പരത്തിപ്പൂ പറിക്കുക. ചെമ്പരത്തിപ്പൂ പറിച്ചിട്ട് ഒരു നാരങ്ങയും വെച്ച് പിഴിഞ്ഞ് ഇച്ചിരി ഹണിയും ഒഴിച്ച് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാം. പിങ്ക് കളറിൽ ഇരിക്കുകയും ചെയ്യും, ഭയങ്കര ടേസ്റ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ബൂസ്റ്റ് ചെയ്യാനാണെങ്കിൽ 2 സോൾട്ട് ഇടാം. ഇനി ചെമ്പരത്തിപ്പൂ തന്നെ ബേസ് ചെയ്തിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ് ആദ്യം മാറ്റേണ്ടത്. മുറ്റത്തെ മുല്ലയ്ക്കാണ് ഏറ്റവും വലിയ മണം അല്ലേ? അത് നമുക്ക് പറഞ്ഞു തന്ന മണമില്ല എന്ന് നമുക്ക് പറഞ്ഞു തന്നത് നീ അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു കോൺടെക്സ്റ്റ്. അതെ, അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. ഈ ചെമ്പരത്തിപ്പൂ അങ്ങനെ വളരെ ഔഷധ ഗുണമുള്ള. കരിവേപ്പില, ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് കരിവേപ്പിലയും കാന്താരിയും അരച്ച് ചമ്മന്തി കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, നിങ്ങളെ ലൈഫ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ. ഇപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ, ഇപ്പോൾ പല പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്നൊരു പ്രതിസന്ധിയാണ് യൂറിനറി ഇൻഫെക്ഷൻ. നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഉപ്പും പഞ്ചസാരയും ഒന്നും ഇല്ലാണ്ട് ഫ്രഷ് പൈനാപ്പിൾ, വെള്ളമൊന്നും ചേർക്കാനില്ല, ജ്യൂസറിനകത്തിട്ട് ഫ്രഷ് പൈനാപ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കുടിച്ചാൽ മതി. നിങ്ങളെ യൂറിനറി ഇൻഫെക്ഷൻ മാറും. അതേ കണക്ക് ഓരോ കാര്യങ്ങളും. നിങ്ങളുടെ ബോഡി ഒരു pH വാല്യൂ അസിഡിക്കും ആൽക്കലൈനുമായിട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നെഞ്ചരിച്ചിലുണ്ട്, അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. നിങ്ങൾ വെന്ത വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ഒരു സ്പൂൺ കുടിച്ചാൽ മതി. നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനിൽ അത് ഹീൽ ചെയ്യും. അങ്ങനെ വളരെ ചെറിയ ചെറിയ ടിപ്സോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുക. ഇതൊന്നും എനിക്ക് എൻ്റെ ഒന്നും ഹോൾസെയിൽ ബിസിനസ്സോ ഇതൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാരണവന്മാരെടുത്തോ. ഇപ്പോൾ എള്ള് കഴിച്ചാൽ നിങ്ങളുടെ പോസ്ട്രേറ്റ് ഇഷ്യൂസ്, പല ഹെൽത്ത് പ്രോബ്ലംസ്, നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ്മെൻറ്റ് എള്ള് സഹായിക്കും. നല്ല എള്ള് അവിടെ കിട്ടും. കഴുകി ഉണക്കി പൊടിച്ച് കഴിക്കണം. അതേപോലെ ഷെൽഫ് ലൈഫ്, പലരും ചോദിക്കാറുണ്ട്, ഇതിന് എത്ര ഷെൽഫ് ലൈഫുണ്ട്? ഷെൽഫ് ലൈഫുണ്ട്. കഴിവതും ഷെൽഫ് ലൈഫുള്ള ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞ് കിട്ടും. നിങ്ങളെ പെട്ടെന്ന് കൊണ്ട് ഷെൽഫിൽ വയ്ക്കും. നിങ്ങളെ പെട്ടിക്കകത്താക്കിയിട്ടേ പെട്ടെന്ന് കൊണ്ട് ഷെൽഫ് അടിക്കടി. ഇവിടെ മോർച്ചറിയൊക്കെ ഇപ്പോൾ അങ്ങനെ 2-3 നിലയായിട്ടൊക്കെയാണ് നമ്മൾ ഷെൽഫിൽ കൊണ്ടുപോയിക്കുക. അപ്പം നമ്മൾ ഷെൽഫ് ലൈഫ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. പാക്കറ്റ് ഫുഡുകളിലെല്ലാം കെമിക്കൽസാണ്. നിങ്ങൾ പൊടിക്കുന്ന അരി 2 ആഴ്ച കൊണ്ട് പൂത്ത് പോവുമെങ്കിൽ ബാക്കിയുള്ളവർ പൊടിക്കുന്ന അരിക്കകത്ത് എന്ത് മാന്ത്രികതയാണ്? മുതുകാട് സാറിനോട് ചോദിക്കേണ്ടി വരും. എനിക്ക് ആ മാന്ത്രികത അറിയില്ല. എൻ്റെ ഫുഡ് ചിലപ്പോൾ വൈകുന്നേരം വളിച്ചു. അപ്പോൾ പലരും വന്നിട്ട് ചിലപ്പോൾ കഴിച്ചിട്ട് പറയും, ഷെഫെ വളിച്ചു, സോറി മാറ്റിത്തരാം. എനിക്ക് മാന്ത്രികത്വം അറിയത്തില്ല. എൻ്റെ ഫുഡ് ചീത്തയാവും, എൻ്റെ ഫുഡ് വളിക്കും. ഞാൻ പച്ചയ്ക്കല്ലേ പറയുന്നത്. എൻ്റെ ഫുഡ് ചില സമയത്ത് പെട്ടെന്ന് വളിച്ചു പോവും, പെട്ടെന്ന് പൂത്തു പോവും. സോറി, ക്ഷമിക്കുക. എനിക്ക് അതിനുള്ള മാന്ത്രികത്വം അറിയത്തില്ല, ഞാൻ ചെയ്യത്തതുമില്ല. അതൊക്കെ ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നെ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി മാത്രമേ എനിക്കുള്ളൂ. ഒരു ഈച്ച പോലും പറ്റാത്ത മീനുള്ള ലോകമാണ് ഇന്ന് അല്ലേ?
ഈച്ച പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മീനിൽ എന്തൊക്കെയോ പൊടിവാരി ചേർത്തുന്നതല്ലേ. ശ്രദ്ധിക്കുക, ഓരോ ആഹാര രീതിയാണ്. നിങ്ങൾ പാവയ്ക്കായാലും ശരി, കോവയ്ക്കായാലും ശരി, കാച്ചിൽ, ചേന, ചേമ്പ്. പലരുടെയും വിചാരം മണ്ണിൻ്റെ അടി കിടക്കുന്ന എല്ലാം കഴിച്ചാൽ ഡയബറ്റിക് ഉണ്ടാവുമെന്നാണ്. ഒരിക്കലും അല്ല. കാച്ചിലും ചേനയും ചേമ്പും കഴിച്ചാൽ നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടാവില്ല. അത് ആൻറ്റി ഡയബറ്റിക്കാണ്. എത്ര പേർക്കറിയാം? വീണ്ടും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടക്കിണറ്റിലെ തവളയും നമ്മളുടെ അറിവില്ലായ്മ. നമ്മളെ അറിവിനേക്കാൾ വലുതാണ് നമ്മളെ അറിവില്ല. കാരണം പലരും വന്നിട്ട് പറയും സർവീസ് മോശമാണ്, സർവീസിന് ആളില്ല. ഇല്ല, കാരണം ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു ഉത്സവം കണ്ടുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ 10, 25, 30 ആൾക്കാരെ എടുത്തിട്ട് ആര് ശമ്പളം കൊടുക്കും? എനിക്ക് കൊടുക്കാനുള്ള ആസ്തിയില്ല. എനിക്ക് തലത്തൊട്ടപ്പന്മാരില്ല. എനിക്ക് ഈ പറയുന്ന യാതൊരു വലിയ സംരംഭകരെയും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും എനിക്കില്ല. പച്ചയ്ക്ക് പറയാം. അപ്പോൾ എനിക്ക് ഒരു സാധാരണക്കാരെന്ന രീതിയിൽ ഒരുപാട് പരിമിതികളുണ്ട്. എന്നെ ഈ പരിമിതികളിൽ സ്നേഹിക്കുന്നവർ മതി. അതേപോലെ തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ്, ഇപ്പം ഒരു ഫിഷ് കൊണ്ടുവച്ചു. നമുക്ക് മിക്കപ്പോഴും ലൈവ് ഫിഷാണ്. ഈ ലൈവ് ഫിഷിൽ സോൾട്ട് പിടിക്കില്ല, ഇച്ചിരി സമയമെടുക്കും. സോൾട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഫ്രഷ് ഫിഷ് എടുത്ത് ടപ്പേന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫ്രഷ് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കൂടുതലും ഏഷ്യൻ കൺട്രീസിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫിഷിൻ്റെ ടേസ്റ്റ് അറിയാം. സോൾട്ട് വേണമെങ്കിൽ നമ്മൾ ഇട്ടാൽ മതി. ഇത് പകുതി അങ്ങ് തിന്നും. ഇത് പകുതി തിന്നിട്ട് നമ്മൾ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയും, ഇതിനകത്ത് ഉപ്പില്ല, പുളിയില്ല, ഒന്നും ശരിയായില്ല എന്ന്. ഇത് നിങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. നിങ്ങൾ ഒരു പീസ് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടില്ല, സ്പോട്ടിൽ നിങ്ങൾ സർവീസ് സ്റ്റാഫിനെ വിളിച്ചിട്ട് സാറേ ചേട്ടാ ഒന്ന് മാറ്റിത്തരും. മാറ്റിയില്ലെങ്കിലേ ഉള്ളൊരു പ്രശ്നം. ഇത് മിക്ക റെസ്റ്റോറൻറ്റുകളിലും നിങ്ങൾ അന്വേഷിച്ചാൽ, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നെങ്കിൽ മൊത്തം തിന്നങ്ങ് തീർക്കും. എന്നിട്ട് ബില്ല് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അപ്പം ഞാൻ ഇന്നലെ സംഭവിച്ച ബീഫ് തിന്ന് തീർത്ത്, ഞാൻ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല. ചേട്ടാ ബീഫ് വെന്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ചേട്ടാ അത് അതായത് കാണുന്നില്ല, നമ്മൾ വേവാത്ത ബീഫ് കാണുന്നില്ലല്ലോ. അത് ഞങ്ങളത് കഴിച്ചാൽ പിന്നെ ബില്ല് കൊടുക്കണം. ഈ ബീഫിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാറ്റിൽ ഫാമിൻ്റെ കാര്യം പറഞ്ഞു നടക്കാം. സ്റ്റേക്കിൻ്റെയൊക്കെ കാറ്റിൽ ഫാം ന്യൂസിലാൻഡിൽ, ഓസ്ട്രേലിയ. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മൾ പോയി 10 കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിനകത്ത് മിക്സ് ഇറച്ചിയൊക്കെ ഇട്ട് നമ്മളെ അങ്ങ് പറ്റിക്കും. അപ്പോൾ നമ്മളിപ്പോൾ താങ്കൾക്ക് ഞാൻ 5 കിലോ ഇളയ ഇറച്ചിയും 5 കിലോ മൂത്തിറച്ചിയും കൂടെ കൊണ്ടുപോകും. താങ്കൾ ഒരു പ്രഷർ കുക്കറിനകത്താണ് അടിച്ചത്. ഇനി അത് എൻ്റെ ഫോൾട്ട് എവിടെ നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കച്ചവടക്കാരനല്ലേ. ഞാൻ താങ്കൾ ടേബിളിൽ കൊണ്ടുവരുമ്പം 6 പീസ് വെന്തിട്ടുണ്ട്, 3 പീസ് വെന്തിട്ടില്ല. അപ്പോൾ ആ ബീഫുകാരനൊരു മനസാക്ഷി ഉണ്ടാവണം. ഇങ്ങനെ ബീഫിൽ നിന്നും പണി കിട്ടുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഹോട്ടലുകാരുടെ പ്രശ്നങ്ങളാണ്. നിങ്ങളെല്ലാവരും ഹോട്ടലുകാരെ പോയി പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രൊമോഷനും ഒരു ഹോട്ടലുകാരനും കൊടുക്കണം. അവർ സപ്പോർട്ട് ചെയ്യുക. അവരും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ അമ്മയുടെ സ്വർണവും ഭാര്യയുടെ സ്വർണവും ഒക്കെ പണയം വെച്ചൊക്കെ ആയിരിക്കും അവർ ബിസിനസ് തുടങ്ങിയത്. കാരണം ഞാൻ അങ്ങനെ തുടങ്ങിയ ഒരുത്തനാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റും. പല സമയത്തും എൻ്റെ ബീഫിലും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ബീഫുകാരനെ വിളിച്ച് ചീത്ത വിളിക്കുക എന്നല്ല, ചീത്ത വിളിച്ചാൽ പറയും നാളെ തൊട്ട് ഇയാൾ വേറെ പോയി വാങ്ങിച്ചോളാം. നമ്മൾ പിന്നെ കുരങ്ങൻ്റെ അടുത്ത് നിന്ന് കഴുതയെടുത്തില്ലെന്ന അവസ്ഥയാണ്. എന്നാൽ പിന്നെ കുരങ്ങൻ തന്നെ മതി എന്നോർത്ത് നമ്മളതങ്ങ് ക്ഷമിക്കും. നമ്മൾ വിളിച്ച് ചേട്ടാ, നമ്മൾ ടോൺ മാറ്റി, ചേട്ടാ നമുക്ക് നല്ല ബീഫ് തരണേ പ്ലീസ്, ചേട്ടാ കസ്റ്റമർ നമ്മളെ ചീത്ത വിളിക്കുക. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഇറച്ചി തരുന്ന, ഇപ്പോൾ ഫിഷ് നമുക്ക് നോക്കിയെടുക്കാം, നമ്മൾ പോയി എടുക്കുന്നത്. ഫിഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല, പ്രോൺസിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. പക്ഷേ ഈ മീറ്റ് ഐറ്റം എടുക്കുമ്പോൾ, ഇപ്പോൾ മട്ടൺ എടുക്കുമ്പം 5 വയസ്സിൽ താഴെയുള്ള ആടിൻ്റെ ഇറച്ചി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. നേരെ മറിച്ച് നെയ്മീൻ എന്ന് പറയുന്നത് 5 കിലോയ്ക്ക് മുകളിലുള്ളതിനെയാണ് ബേസിക്കലി നെയ്മീൻ എന്ന് പറയുന്നത്. താഴെയുള്ളതിനെ ആരും നെയ്മീൻ എന്ന് പറയില്ല, വരിമീൻ എന്നാണ് പറയും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കാൽക്കുലേഷനുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകാർക്ക് കൂടെ ചേർത്തിട്ട് ആയിരിക്കണം ഈ വീഡിയോ. താങ്കളെപ്പോലത്തെ വ്യക്തിത്വങ്ങൾ കഴിവതും അവരെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരു റെസ്റ്റോറൻറ്റിനെ ബേസ് ചെയ്ത് മിനിമം 20 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ലാസ്റ്റ് ഉറങ്ങുന്നതും ആദ്യം എണീക്കുന്നതും അതിൻ്റെ ഓണറാണ്. ആ ഓണർമാർക്കും വേണ്ടി ഞാൻ ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക.